ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ നഗരമധ്യത്തിലെ വാറ്റ് കേന്ദ്രത്തിൽ നിന്നും 3000 ലിറ്റർ വാഷും 200 ലിറ്റർ ചാരായവും എക്സൈസ് പിടികൂടി. കുതിരാൻ തുരങ്കപാത തുറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണണമെന്ന് TN പ്രതാപൻ MP. ദേശീയപാതയിൽ പുളിഞ്ചോട് മീൻ കയറ്റി വന്ന പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി നോക്കാം. തൃശൂർ നഗരമധ്യത്തിലെ വാറ്റ് കേന്ദ്രത്തിൽ നിന്നും 3000 ലിറ്റർ വാഷും 200 ലിറ്റർ ചാരായവും എക്സൈസ് സംഘം പിടികൂടി. പൂങ്കുന്നം ചക്കാമുക്കിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു വാറ്റ് കേന്ദ്രം നടത്തിയിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. എറവക്കാട് സ്വദേശി രാജേഷ്, മണ്ണമ്പേട്ട സ്വദേശി വിഷ്ണു എന്നിവരെയാണ് ചാരായം വാറ്റുന്നതിനിടെ എക്സൈസ് പിടികൂടിയത്. പിടികൂടിയ ചാരായം 1 ലിറ്ററിന്റെ കുപ്പികളിലാക്കി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച നിലയിലായിരുന്നു. ചക്കാമുക്ക് മറവഞ്ചേരി ലൈനിലുള്ള 2 നില വീട്ടിലെ താഴത്തെ നിലയിലാണ് വാറ്റ് കേന്ദ്രം നടത്തിയിരുന്നത്. 3 മാസം മുമ്പാണ് പ്രതികൾ വീട് വാടകയ്ക്കെടുത്തത്. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഫ്ലോർ ക്ലീനിംഗ് നടത്തുന്ന ഏജൻസി എന്ന പേരിലാണ് വീട് വാടകയ്ക്കെടുത്തത്. 1-ാം പ്രതി രാജേഷ് 3 വർഷം വിദേശത്തായിരുന്നു. അവിടെയും ഇത്തരത്തിൽ വാറ്റ് നടത്തിയിരുന്നതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. അതേ രീതിയിലാണ് പ്രതികൾ ഇവിടെയും വാറ്റ് നടത്തിയിരുന്നത്. 60 ലിറ്ററിന്റെ 2 വലിയ കുക്കറുകളും ഇതിനുള്ളിൽ കോപ്പർ കോയിലുകളും ഉപയോഗിച്ചാണ് ചാരായം വാറ്റുന്നത്. മണമില്ലാതിരിക്കാൻ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഈസ്റ്റും പഴങ്ങളും ഉപയോഗിച്ചാണ് വാഷ് നിർമ്മിച്ചിരുന്നത്. 20-ലധികം വലിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. സീൽ ചെയ്ത കുപ്പികളിലാക്കി ഫ്ലോർ ക്ലീനർ എന്ന വ്യാജേന ഇവരുടെ ഓട്ടോറിക്ഷകളിലാണ് ചാരായം വിൽപ്പന നടത്തിയിരുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു. കുതിരാൻ തുരങ്കപാത തുറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണണമെന്ന് TN പ്രതാപൻ MP. സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് MPമാരും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ തയ്യാറാണെന്നും TN പ്രതാപൻ പറഞ്ഞു. മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾക്കിടെ പാറ വീണ് തുരങ്കമുഖത്തെ കോൺക്രീറ്റ് വാൾ തകർന്നത് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു MP. കൂറ്റൻ പാറക്കല്ല് വീണ് കഴിഞ്ഞ ദിവസമാണ് കുതിരാൻ തുരങ്കമുഖത്തെ കോൺക്രീറ്റ് ഭിത്തിയിൽ വലിയ ദ്വാരമുണ്ടായത്. തുരങ്കപാത തുറക്കുന്നതിനായി മണ്ണ് മാറ്റലും പാറ പൊട്ടിക്കുന്നതുമായ പണികൾ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് പാറ 100 മീറ്റർ താഴേക്ക് പതിച്ചത്. സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പാറക്കല്ലുകളും മണ്ണുമെല്ലാം നീക്കാൻ ഇനിയും ഏറെ സമയമെടുക്കും. ഇതിനിടയിലാണ് ആശങ്ക ഉയർത്തും വിധം അപകടമുണ്ടായത്. അതുകൊണ്ട് ഇനി ഇത് ഒരു കാരണവശാലും ലാഗ് ചെയ്യാൻ അനുവദിക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം. കത്തയക്കൽ പ്രക്രിയ അല്ല വേണ്ടത്, ഡൽഹിയിൽ വരണം. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. ഒരു തുരങ്കത്തിന്റെ കവാടം പൂർണ്ണമായും മണ്ണ് വന്നടിഞ്ഞു. ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതിനാൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. 12 വർഷമായി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണം തുടങ്ങിയിട്ട് തുരങ്കത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടും വർഷങ്ങളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർശനമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ വൈകും. ദേശീയപാതയിൽ പുളിഞ്ചോട് മീൻ കയറ്റി വന്ന പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പെട്ടി ഓട്ടോയിലുണ്ടായിരുന്ന കൂരിക്കുഴി സ്വദേശി പള്ളിപ്പറമ്പിൽ സലാം, കാർ യാത്രികരായ അഴീക്കോട് സ്വദേശി വെള്ളക്കാട്ട് പടിക്കൽ ഹുസൈന്റെ മകൻ അൻസിലിന്റെ സഹോദരി അമീന, പട്ടേപ്പാടം മൂക്കിലപ്പീടികയിൽ നൌഫലിന്റെ ഭാര്യ ഷക്കീല, മകൾ നിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു അപകടം. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഷ്റഫ് സഹോദര കൂട്ടായ്മ പ്രവർത്തകർ തൃപ്പയാറിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ, അതും ഡൽഹിയിൽ കൊടും തണുപ്പിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കർഷക നയത്തിനെതിരെ ഇന്ത്യയുടെ കർഷകർ നടത്തുന്ന സമരത്തിനെയാണ് ഇന്ന് ജില്ലയിലെ അഷറഫ് നാമധേയത്തിലുള്ള ഈ കൂട്ടായ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അഷറഫ് കൂട്ടായ്മ എന്ന നാമധേയം? എൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. ഏത് സംഭാഷണവും നാട്ടിൽ ഗ്രാമങ്ങളിൽ നടക്കുക ചായക്കടയിലാണ്. ചായക്കടയിൽ 5 പേരിരുന്നപ്പോൾ ആ 5 പേരും അഷറഫ് നാമധേയത്തിലുള്ള ആളുകളായിരുന്നു. ആ 5 പേരിൽ നിന്ന് ഉദിച്ച ആശയം ജില്ലയിൽ 500 പേരടങ്ങുന്ന
അഷറഫ് എന്ന നാമധേയത്തിലുള്ള കൂട്ടായ്മ 500 പേരാണ് അഷറഫ് നാമധേയത്തിൽ കൂട്ടായ്മ സംസ്ഥാന ചെയർമാൻ KMM അഷ്റഫ് അധ്യക്ഷനായി. കൺവീനർ അഷ്റഫ് വൈപ്പിപ്പാടത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് CM അഷ്റഫ് ചെമ്മാപ്പള്ളി, വെള്ളാങ്ങല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PKM അഷ്റഫ്, ചാവക്കാട് അഞ്ചങ്ങാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റംല അഷ്റഫ്, കുട്ടുങ്ങപ്പറമ്പിൽ അഷ്റഫ്, CK വളവ് അഷ്റഫ്, കരിപ്പാക്കുളം അഷ്റഫ്, ഹാപ്പി അഷ്റഫ്, തൊപ്പിയിൽ അഷ്റഫ്, ഗ്ലാമർ അഷ്റഫ്, MIT അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കാട്ടൂരിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛനും മകനും ചേർന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ഒരാൾ അറസ്റ്റിലായി. ഞായറാഴ്ച രാത്രിയോടെയാണ് സംഭവം. കാട്ടൂർ SNDP സ്വദേശി പുത്തൻതെരുവിൽ വീട്ടിൽ ഷാജഹാനാണ് വെട്ടേറ്റത്. വീടിന് സമീപം വെച്ചാണ് മാരകായുധങ്ങളുമായി ഷാജഹാനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇയാളുടെ ഇരു കൈകൾക്ക് വെട്ടേൽക്കുകയും പുറത്ത് കുത്തേൽക്കുകയും ചെയ്തു. സാരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം കരാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് കാറളം വെള്ളാനി സ്വദേശിയായ കതിരപ്പള്ളി രവിയെ ഇരിഞ്ഞാലക്കുട DYSP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മകൻ രാഹുൽ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂർ ഇൻസ്പെക്ടർ സജീവ്, SI VV വിമൽ, പോലീസ് ഉദ്യോഗസ്ഥരായ മുരുകദാസ്, പ്രദേശ്, താജുദ്ദീൻ, വിജേഷ്, സനൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പിതാവിന്റെ പ്രിയവാഹനമായ കാറിനെ മോഹവിലയ്ക്ക് സ്വന്തമാക്കി മകൻ. വലപ്പാട് സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ ചന്ദനപ്പറമ്പിൽ CP സാലിഖാണ് തന്റെ പിതാവ് CP മുഹമ്മദ് 64 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ കാറിനെ മാസങ്ങൾ നീണ്ട നിരന്തര യാത്രകൾക്കൊടുവിൽ കണ്ടെത്തി മോഹവിലയ്ക്ക് സ്വന്തമാക്കിയത്. ഡിസംബർ 31 1500 രൂപയ്ക്കാണ് അമേരിക്കൻ ബ്രാൻഡായ സ്റ്റുഡ്ബേക്കർ കാർ മുഹമ്മദ് സ്വന്തമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇറങ്ങിയ കാറുകളിലൊന്നായിരുന്നു സ്റ്റുഡ്ബേക്കർ. ഇരുവശത്തേക്കും പൂർണ്ണമായും തുറക്കുന്ന ഡോറുകളും മികച്ച എഞ്ചിനും ഉൾപ്പെടെ ഒട്ടേറെ പ്രത്യേകതകളുള്ള കാർ മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും യാത്രകൾക്ക് രാജകീയ പ്രൗഢിയാണ് നൽകിയിരുന്നത്. 11 മക്കളിൽ ഇളയവനായിരുന്ന സാലിഹിന്റെ ജനനത്തിന് മുമ്പായിരുന്നു നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായിരുന്ന സ്റ്റുഡ്ബേക്കർ മുഹമ്മദ് വിൽക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ലോക്ക്ഡൌൺ സമയത്താണ് തന്റെ പിതാവിന്റെ കാർ അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് CP സാലിഹ് തുടക്കമിടുന്നത്. അതിന് വഴിതെളിച്ചതാകട്ടെ ബാപ്പയുടെ ഡയറി കുറിപ്പുകളും. സഹോദരങ്ങൾക്കൊപ്പം ഡയറി കുറിപ്പുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ബാപ്പയുടെ പ്രിയപ്പെട്ട കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. വാങ്ങിയ തീയതിയും മറ്റും കൃത്യമായി ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കാണ് വിറ്റതെന്നതിനെക്കുറിച്ച് ഡയറിയിൽ സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിതാവിന്റെ കാർ തേടിയുള്ള മകന്റെ യാത്രയ്ക്ക് പക്ഷേ ഇതൊന്നും തടസ്സമായില്ല. സാലിഖിനൊപ്പം മക്കളായ ഡോക്ടർ ഹിലാസും അഡ്വക്കേറ്റ് അൻഹറും സഹലും സഞ്ജിതും പഴയ കാറുകളുടെ സങ്കേതങ്ങൾ തേടി അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രമുഖർ ഉൾപ്പെടെ അന്വേഷണത്തിൽ കണ്ണികളായി. ഒടുവിൽ സെപ്റ്റംബറിൽ പ്രിയവാഹനം ഡൽഹിയിലുണ്ടെന്ന് വിവരം ലഭിച്ചു. ഉടമയെ കണ്ടെത്തി മോഹവിലയിൽ വാഹനം സ്വന്തമാക്കി. എന്നാൽ വാഹനം നാട്ടിലെത്തിക്കുന്നതിന് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ വിലങ്ങുതടിയായതോടെ ADGP ടോമിൻ J തച്ചങ്കരി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലൂടെ കണ്ടെയ്നർ ലോറിയിൽ സ്റ്റുഡ്ബേക്കർ തൃശൂരിലെത്തി. നിപ്പോൺ ടയോട്ടയുടെ റീസ്റ്റൈലിംഗ് ഡിവിഷനായ ഓട്ടോ ട്രാക്കിന്റെ ഷോറൂമിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സ്റ്റുഡ്ബേക്കർ സാലിഹിന്റെ വീട്ടുമുറ്റത്ത് പ്രതാപത്തോടെ വീണ്ടും തിരിച്ചെത്തി. 1956 ഡിസംബർ 31 വാങ്ങിയ കാർ വർഷങ്ങൾക്കിപ്പുറം 2020 ഡിസംബർ 31 തന്നെ ബാപ്പയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട്ടുമുറ്റത്തെത്തിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരു നിയോഗമായി തന്നെയാണ് കാണുന്നതെന്ന് സാലിഹ് പറഞ്ഞു. പല കാറുകളായിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ കാറുണ്ടായിരുന്നു, പ്ലിമത്ത് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ടാക്കണ വണ്ടി.
പക്ഷേ അതൊക്കെ അന്വേഷിച്ചു. ഇതും ഉണ്ടായിരുന്നു, സ്റ്റുഡ് ബേക്കർ എന്നാ അങ്ങനെ പറഞ്ഞൊരു കാറും ഉണ്ടായിരുന്നു, എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ അന്വേഷിച്ച് പിടിക്കാനായിട്ട് നമുക്കൊരു പ്രൂഫ് എന്തെങ്കിലും വേണമല്ലോ, എന്തെങ്കിലും ഒരു തുടക്കം വേണമല്ലോ. ആ തുടക്കത്തിന് കിട്ടിയതാണ് ഉപ്പാടെ ഡയറികൾ പരിശോധിച്ചപ്പോൾ പല വണ്ടികളുടെയും ഇതൊക്കെ ഉണ്ട്. നമ്പർ പ്ലേറ്റും ഉണ്ട്, നമ്പർ ഇല്ലാത്തതും ഉണ്ട്. സൈക്കിളിനൊന്നും പിന്നെ നമ്പറൊന്നും ഇല്ലല്ലോ. സ്കൂട്ടറും ഉണ്ടായിരുന്നു. സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്കൂട്ടറല്ല, വളരെ ചെറിയ സ്കൂട്ടർ. മോപ്പഡ് മാലത്തെ വേറെ ടൈപ്പ് സ്കൂട്ടർ. അത് എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഒരു ശ്രീധരൻ വൈദ്യർക്ക് ഉണ്ടായിരുന്നു. വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല ആ വണ്ടി. ഈ വണ്ടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ വണ്ടി മഹാഭാഗ്യം എന്ന് പറയട്ടെ, നമ്പർ പ്ലേറ്റും നമ്പറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അന്വേഷിച്ച് പിടിക്കാൻ മക്കളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമായിരുന്നു. ഈ വണ്ടി അങ്ങനെ ഡൽഹി വരെ എത്തിയിട്ടുണ്ട്. കണ്ടുപിടിക്കാനും കിട്ടാനും കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു. അതെൻ്റെ ഒരു ജീവിത അഭിലാഷമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഉപ്പ ഉപയോഗിച്ചിരുന്ന വണ്ടി ഇവിടെ എത്തിക്കാൻ പറ്റി. അത് ചിലപ്പോൾ ഉപ്പൊക്കെ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഒരു ഫലമായിരിക്കും. ഇന്ന് ഈ കാറ് വാങ്ങിക്കാനും നമ്മളുടെ അതും ഡിസംബർ 31 ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഡിസംബർ 31 ഈ വണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. 1500 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. 990 രൂപ കൊടുത്തു. 510 രൂപ ബാലൻസ് കൊടുക്കാനുണ്ട്. 2 ആഴ്ചക്കകം കൊടുക്കണം എന്നാണ് എഴുതിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് രണ്ടാമത്തെ മകൻ അൻഹറിനും മധു ലുലു ഫാത്തിമയ്ക്കും തന്റെ പിതാവിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കാറിനെ വിവാഹ സമ്മാനമായി സാലിഖ് കൈമാറി. തലമുറകളിലൂടെ നീളുന്ന രാജകീയ പ്രൗഢിയോടെയുള്ള സ്റ്റുഡ് ബേക്കറിന്റെ യാത്ര അങ്ങനെ തുടരുകയാണ്. മാടായിക്കോണം നടുവിലാലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കോന്തിപുലം പാടം എത്തുന്നതിന് തൊട്ടു മുമ്പായി റോഡിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന നടുവിലാലിലാണ് ഞായറാഴ്ച രാത്രി ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ച് അപകടം നടന്നത്. അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന മാടായിക്കോണം സ്വദേശി വലൂപ്പറമ്പിൽ അനുരഞ്ജനെ പരിക്കുകളോടെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ ഭാര്യ ധന്യയ്ക്ക് നിസ്സാര പരിക്കുകളുണ്ട്. കോന്തിപുലം ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്കൂട്ടർ റോഡിന് നടുവിലെ ആൽമരത്തിൽ ഇടിക്കുകയായിരുന്നു. പ്രദേശത്ത് വേണ്ടത്ര രീതിയിൽ തെരുവു വിളക്കുകൾ കത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇരിഞ്ഞാലക്കുട കോമ്പാറയിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച അപകടം. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നത്. മാർക്കറ്റിലേക്ക് കയറ്റി വന്ന തമിഴ്നാട് വാഹനമായ പിക്കപ്പ് വാനും കല്ലരിപ്പറമ്പ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ വാൻ മറിഞ്ഞു. കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ കാർ യാത്രികരായ കല്ലരിപ്പറമ്പ് സ്വദേശികളായ ആനോലി വീട്ടിൽ ആദർശ്, സുദർശനൻ എന്നിവരെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SNDP ദേവമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ വത്സൻ കാരണക്കോട്ട് അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗങ്ങളെയും കൊണ്ടുപോകുന്നത് ദൈവം കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ ആദ്യം വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. SNDP സുധീമാഷ പറഞ്ഞ എന്നോട് എപ്പോഴും പറയും, നമുക്ക് യൂണിയനിലും എന്ത് പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഒരുമിച്ച് അവിടെ വരും. ഇവിടെ ശാഖയിലും അതുപോലെ ഇന്ന് കയ്പമംഗലത്തുകാർക്ക് പ്രത്യേകിച്ച് ഒരു സവിശേഷത ഉള്ളത് ഞാൻ എപ്പോഴും കാണാറുള്ളത്, ഞാനത് പല ശാഖയിൽ പോകുമ്പോൾ പറയാറുണ്ട്. കാരണം ദേവമംഗല ശാഖയിലെ പരിപാടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശങ്കരാമൻ ചാട്ടൻ കിട്ടും. അല്ല ശങ്കരാമൻ ചാട്ടൻ്റെ ശാഖയിൽ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വല്ലിച്ചാട്ടനോ അല്ലെങ്കിൽ താമസാട്ടനോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ നമ്മളൊരു കുടുംബം മാതിരിയാണ്. തീർച്ചയായിട്ടും കയ്പമംഗലത്ത് നമുക്ക് 6 ശാഖകളാണ് ഉള്ളത്. 6ഉം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിക യൂണിയനെ സംബന്ധിച്ച് ഏറെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. 6 ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നാട്ടിക SNDP യൂണിയനിൽ 44 ശാഖകൾ ഉണ്ടെങ്കിൽ കയ്പമംഗലം പഞ്ചായത്തിൽ നമുക്ക് 6 ശാഖകളുണ്ട്. ശാഖാ പ്രസിഡന്റ് നടേശൻ തറയിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധീപ്, ദേവമംഗലം ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ വെട്ടിയാട്ടിൽ, ശാഖാ സെക്രട്ടറി മല്ലിനാഥൻ അണക്കത്തിൽ, വിശ്വംഭരൻ തറയിൽ, ക്യാപ്റ്റൻ ചന്ദ്രൻ, സത്യൻ കുറൂട്ടിപ്പറമ്പിൽ, ബിന്ദു മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശാഖാ മെമ്പർമാരുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ നഗരമധ്യത്തിലെ വാറ്റ് കേന്ദ്രത്തിൽ നിന്നും 3000 ലിറ്റർ വാഷും 200 ലിറ്റർ ചാരായവും എക്സൈസ് പിടികൂടി. കുതിരാൻ തുരങ്കപാത തുറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണണമെന്ന് ടി.എൻ. പ്രതാപൻ MP. ദേശീയപാതയിൽ പുളിഞ്ചോട് മീൻ കയറ്റി വന്ന പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.